ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാർ തട്ടിയെടുത്തത് ചോദ്യം ചെയ്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി. ഹൈവേ വികസനത്തിന് വിട്ടുനൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുകയും പലിശയും സർക്കാരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ആവശ്യം. നഷ്ടപരിഹാര തുകയായ കോടികൾ സർക്കാർ കൈക്കലാക്കിയതും വിചിത്ര അവകാശവാദവും പുറത്തു കൊണ്ടുവന്നത് ജനം ടിവിയാണ്. വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് വാർത്ത. വീണ്ടും പ്രജിത് മോഹനൻ തന്നെ ഒപ്പം ചേരും. പ്രജിത്ത്, നോക്കൂ, ക്ഷേത്രഭൂമികളിൽ ഏതെങ്കിലും തരത്തിൽ മറ്റാവശ്യങ്ങൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാര തുക ഞങ്ങളുടേതാണ് എന്ന് പറയുകയാണ് സർക്കാർ. ഇത് ജനം ടി വിയാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത്. അതിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ചോദ്യം ചെയ്യുന്നു. എങ്ങനെ? സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോടാനുകോടികളുടെ ഭൂമിക്കൊള്ളയുടെ പല വിവരങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതാണ്. സ്വകാര്യ വ്യക്തികളും ഒപ്പം തന്നെ സർക്കാരും വലിയ രീതിയിലുള്ള കയ്യേറ്റം നടത്തിയിരിക്കുന്നതും അതിൽ സർക്കാർ സംവിധാനങ്ങളും ഓഫീസുകളും ഒക്കെ പ്രവർത്തിക്കുന്നതുമായ നിരവധി വാർത്തകൾ നമ്മൾ നൽകിയിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ ആലപ്പുഴ ജില്ലയിൽ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട ഈ ഭൂമി ഏറ്റെടുക്കലുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള തുക ഏതാണ്ട് 18ഓളം ക്ഷേത്രങ്ങളുടെ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടും അവിടെയുള്ള കെട്ടിടങ്ങൾ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് 27 കോടി രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് നിലവിൽ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ ജനം ടി വിയാണ് പുറത്തു കൊണ്ടുവന്നത്. ഒന്ന്, ദേവന്റെ സ്വത്തിൻ്റെ വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരം അത് സർക്കാരിന് കൈമാറിയിരിക്കുന്നു. രണ്ട്, ദേവസ്വം ബോർഡുകളുടെ ഭൂമി എല്ലാം സർക്കാരിൻ്റേതാണ് എന്ന് കാട്ടി ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവും സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. ഈ രണ്ട് നിയമവിരുദ്ധ നീക്കങ്ങളും പുറത്തു കൊണ്ടുവന്നത് ജനം ടി വിയാണ്. ജനം ടി വിയുടെ ഈ വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത്, ഒന്ന്, ദേവന്റെ സ്വത്തിൻ്റെ നഷ്ടപരിഹാരം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകണം. ഇത് ഏതെങ്കിലും രീതിയിൽ മൈനറായ ദേവന്റെ സ്വത്തിൻ്റെ നഷ്ടപരിഹാരം ഏതെങ്കിലും രീതിയിൽ സർക്കാർ കൈക്കലാക്കിയെങ്കിൽ അത് നിയമവിരുദ്ധമായ നടപടിയായി കണ്ട് ഇത്രയും കാലത്തെ ഏതാണ്ട് 2023 ഈ പണമെല്ലാം സർക്കാർ കൈപ്പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാലത്തെ പലിശയടക്കമുള്ള നഷ്ടപരിഹാര തുകയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില ആവശ്യങ്ങളും ഇനിയുള്ള ഭാവിയിൽ ഉണ്ടാകുന്ന നടപടികളുമായി ബന്ധപ്പെട്ടും വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിൽ ദേവസ്വം ഭൂമികൾ ഹൈവേ വികസനത്തിനോ റോഡ് വികസനത്തിനോ വിട്ടു നൽകുമ്പോൾ അതിൻ്റെ നഷ്ടപരിഹാര തുക സർക്കാർ ഇടനിലയില്ലാതെ നേരിട്ട് ദേവസ്വം ബോർഡുകൾക്ക് കൈമാറണം. ഒപ്പം ഈ ദേവസ്വം ഭൂമികളുടെ ഉടമസ്ഥാവകാശം അതിൻ്റെ എല്ലാ തരത്തിലുള്ള കൈവശാവകാശവും ദേവസ്വം ബോർഡുകൾക്കാണ് എന്നുള്ളതും സർക്കാരിന് യാതൊരുവിധ അവകാശവാദവും ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി കോടതി നടത്തണം എന്നുള്ളതും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇത്രയധികം ക്രമക്കേടുകൾ ഉണ്ടായിട്ടും സർക്കാർ ദേവസ്വത്തിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ പണം കൈക്കലാക്കിയിട്ടും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാത്ത, കൂടുതൽ നഷ്ടപരിഹാര തുക ലഭ്യമാകാൻ അവസരമുണ്ടായിട്ടും അതിനും തയ്യാറാകാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനം ഈ ഹർജിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിക്കുന്നു. എന്തായാലും ഹൈക്കോടതി ഈ ഹർജി പരിഹരിക്കുന്നതോടുകൂടി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ നടന്നിട്ടുള്ള ഭൂമിക്കൊള്ള കൂടി കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമെന്നുള്ളത് കൂടിയാണ് കൃഷ്ണരാജ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാർ തട്ടിയെടുത്തത് ചോദ്യം ചെയ്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി. ഹൈവേ വികസനത്തിന് വിട്ടു നൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുകയും പലിശയും സർക്കാരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ.